ബിയങ്കായൽ മോട്ടോഴ്സ് കമ്മിറ്റിയുടെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീമതി ബീന ടീച്ചർ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ഷംസു കല്ലാട്ടൽ, രജീഷ് ഉപ്പാല, ഒ ഷംസു, അസീസ്ക, ശ്രീമതി പ്രിയങ്ക വേലായുധൻ, ശ്രീമതി ബൽക്കീസ്, ശ്രീ CP മുഹമ്മദ് കുഞ്ഞി, നബീൽ വെതല്ലൂർ. നമ്മുടെ പൊന്നാനി MLA, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നന്ദേട്ടൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധു, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബീന ടീച്ചർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇന്നത്തെ ആവേശമായി തീർന്ന വള്ളംകളി വീക്ഷിക്കുന്നതിന് വേണ്ടി ബിയ്യങ്കായലിൻ്റെ ഇരു കരകളിലും തടിച്ചുകൂടിയ പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളുമായി സഹകരിക്കുന്ന പോലീസ്, അതുപോലെ തന്നെ റവന്യൂ അധികാരികൾ, നമ്മുടെ ട്രോമ കെയർ, കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ BBRCയുടെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു വള്ളംകളിക്ക് നേതൃത്വം കൊടുക്കുന്ന BBRCയുടെ വിവിധ ബോട്ട് ക്ലബ്ബുകളുടെ പ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയുന്ന നമ്മുടെ സഹോദരങ്ങൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന ടൂറിസം വകുപ്പിൻ കീഴിൽ എല്ലാ വർഷവും സാധാരണഗതിയിൽ നടത്തി വരാറുള്ള ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊന്നാനിയിൽ നാം സംഘടിപ്പിക്കുന്ന ബിയ്യങ്കായൽ ജലോത്സവം തൽക്കാലത്തേക്ക് ഔദ്യോഗികമായിട്ട് നടത്തുന്നതിന് സാധ്യമല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് നമ്മളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് BBRCയുടെ വ്യത്യസ്ത ക്ലബ്ബുകളുടെ ആളുകൾ ഒറ്റക്കെട്ടായി ജനകീയമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ടീമിനെ, അതിൽ അണിനിരുന്ന മുഴുവൻ കായിക പ്രേമികളെയും പ്രത്യേകിച്ച് നന്ദേട്ടനെ വളരെ സ്നേഹപുരസരം ക്ഷണിക്കുന്നു. നിർത്തിവെച്ചിട്ടാണ് ഉദ്ഘാടനം. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. ഇവിടെ ആങ്കർ സൂചിപ്പിച്ച പോലെ ജലോത്സവം ഒരു വള്ളംകളി മത്സരത്തിലേക്ക് ചുരുങ്ങുന്ന രൂപത്തിലേക്ക് ആണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. വള്ളംകളി എന്നത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല. ഒരു പക്ഷേ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ വള്ളംകളിയുടെ ഉത്ഭവം ഇന്ത്യയോ കേരളമോ അല്ല എന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് പുറത്താണ്, വിദേശത്താണ് വള്ളംകളി ആദ്യമായിട്ട് ആരംഭിച്ചത്. പക്ഷേ അതിമനോഹരമായ രൂപത്തിലേക്ക് സംഘടിപ്പിക്കുന്ന വള്ളംകളി നടക്കുന്നത് കേരളത്തിലാണ് എന്നാണ് പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വള്ളംകളി കാണുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ്. അതിൻ്റെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ രസകരമായ പല കഥകളുണ്ട്. ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല, അടുത്ത കൊല്ലം നമുക്ക് വീണ്ടും പറയാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആസ്വാദകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവരാണ് ഇതിൻ്റെ സംഘാടനത്തിൻ്റെ മുഖ്യമായിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50ാമത്തെ വർഷമാണിപ്പോൾ ഈ വള്ളംകളി നടക്കുന്നത്. ഇടക്കാലത്ത് മുറിഞ്ഞു പോയെങ്കിലും തുടക്കം 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വള്ളംകളി. ചെറിയ രൂപത്തിലായിരുന്നു അന്ന് ഈ ചരിത്രം പറയുന്നത്, ചെറിയ രൂപത്തിലായിരുന്നു. അപ്പോൾ അത്രയും പഴക്കമുള്ള ഈ വള്ളംകളി നടത്താൻ ഇവിടെ തയ്യാറായ അതിൻ്റെ കമ്മിറ്റിയെ, ഇവിടുത്തെ ബോട്ട് റേസ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് സഹകരിച്ച മുഴുവൻ ജനപ്രതിനിധികളെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതിന് സഹായം നൽകിയിട്ടുള്ള നമ്മുടെ പോലീസ്, നമ്മുടെ താലൂക്കിന് റവന്യൂ വകുപ്പ്, റെസ്ക്യൂ ഏർപ്പാട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനത്തെ പ്രഖ്യാപിക്കുന്നു. പ്രസിഡന്റ് ശ്രീമതി ബീന അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികൾ, ഈ BBRCയുടെ പ്രവർത്തകർ, സംഘാടകർ, പ്രിയപ്പെട്ടവരെ,
നമ്മൾ എല്ലാ വർഷത്തേക്കാളും ഭംഗിയായി ഈ വർഷം ജലോത്സവം നടത്തുന്നതിന് വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ച ഒരു ഘട്ടത്തിലാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി ഉള്ള ഈ ഉത്സവം മാറ്റിവെക്കണം എന്ന് നമ്മൾ ആലോചിച്ചത്. പക്ഷേ ഇവിടുത്തെ ഈ വള്ളംകളിയുടെ 50 വർഷക്കാലമായി നടന്നു വരുന്ന ഈ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ഇതിൻ്റെ സംഘാടകരും പ്രവർത്തകരുമൊക്കെ ആയുള്ളവരുടെ ആലോചനയിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ ഈ രീതിയിൽ ഇവിടെ വള്ളംകളി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇന്നത്തെ ഈ ജലോത്സവം. അത് ഏറ്റവും ഭംഗിയായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സാധാരണ രീതിയിൽ എങ്ങനെയാണോ നടന്നു പോരുന്നത് അതേപോലെ അതിൻ്റെ എല്ലാ ക്രമത്തിലും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട്. അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും വർഷങ്ങളിൽ നമുക്കിവിടെ നന്നായിട്ട് സൂചിപ്പിച്ച പോലെ കുറേയും കൂടി ഭംഗിയായി നമ്മുടെ ജലോത്സവം നടത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ആരംഭിക്കണം എന്നുള്ളത് കൊണ്ട് സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് വേദിയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് അധ്യക്ഷൻ പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ററ്റൂർ അവർ, ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട MLA നന്ദേട്ടൻ, ആശംസകൾ അറിയിച്ച പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അവർ തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പൊന്നാനിയുടെയും മാറഞ്ചേരിയുടെയും ഇരുകരകളിലായി ഈ ജലോത്സവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മൾ വലിയൊരു സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വയനാട്ടിലെ നമ്മുടെ കുറേ സഹോദരങ്ങൾ ദുരിതത്തിൽ പെട്ടുപോയൊരു സാഹചര്യത്തിൽ നമ്മുടെ ജലോത്സവം മുടങ്ങിപ്പോകുമെന്ന് വന്നപ്പോൾ BBRC അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജലോത്സവം എല്ലാ മത്സരാർത്ഥികളെയും മാറഞ്ചേരിക്കും പൊന്നാനിക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ആശംസകൾ അറിയിക്കുകയാണ്. നമസ്കാരം. സെമി മത്സരം ആരംഭിച്ചിരിക്കും. ഫൈനൽ മത്സരമാണ് മൈനർ വിഭാഗത്തിന്റെ ഇപ്പോൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുളിക്കക്കടവൻ മൂന്നാമത്തെ ട്രാക്കിലൂടെ കാഞ്ഞിരമുക്ക് ഭാഗത്തൂടെ കടന്നു വരുമ്പോൾ അൽ മഹഫിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ട്രേഡിംഗ് UAE സ്പോൺസർ ചെയ്യുന്ന ക്യാപ്റ്റൻ സനി മൂപ്പനായിട്ടുള്ള ഷിബോയേട്ടൻ അമരം നയിക്കുന്ന ശ്യാം മണിയൻ നയിക്കുന്ന 2023 റണ്ണേഴ്സ് ആയിട്ടുള്ള പുളിക്കക്കടവൻ ഇതാ ഒന്നാം സെമി ഫൈനലിൽ വീരപുത്രനുമായിട്ട് ഏറ്റുമുട്ടുന്ന ഉജ്ജ്വലമായ ഒരു പ്രകടനത്തിന്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അജയൻ ക്യാപ്റ്റനായിട്ടുള്ള വിഷ്ണു ലീഡിംഗ് ക്യാപ്റ്റൻ നയിക്കുന്ന നൌഷാദ് അമരം നയിക്കുന്ന രാജേഷ് അണിയൻ നയിക്കുന്ന വീരപുത്രനും പുളിക്കക്കടവും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം നമ്മുടെ കൺമുന്നിലൂടെ കടന്നു വരികയാണ്. തീർച്ചയായിട്ടും പുളിക്കക്കടവനും വീരപുത്രനും തമ്മിലുള്ള ഉജ്ജ്വലമായ ആ ഒരു മത്സരം അഴകാർന്ന തേരാറ്റിന്റെ ഒഴുക്ക് കടലോട് ചേർന്നെടുത്ത് വീരസാഹസികതയുടെ കണ്ണിലേക്കെത്തുന്ന മലപ്പുറത്തിന്റെ BM കായലിന്റെ മണ്ണിൽ ഇതാ പുളിക്കക്കടവനും വീരപുത്രനും ഫൈനലിലേക്ക് കടക്കാനായിട്ടുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന് വേണ്ടി അവരതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കുതിച്ചു വരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള മിന്നൽ കിണർ സൃഷ്ടിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് എറിഞ്ഞ് ആ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം. അങ്ങനെ ആ തലയെടുപ്പൊക്കെ ആ വീരപുത്രന്റെ തലയെടുപ്പൊക്കെ വെള്ളത്തിൽ പതിഞ്ഞു കിടന്നുകൊണ്ട് അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കാൻ പുളിക്കക്കടവനും തയ്യാറല്ല. അവരുടെ ആ മത്സരത്തിന്റെ പുളിക്കക്കടവിന്റെ മത്സരമോ അങ്ങനെ പുളിക്കക്കടവനും വീരപുത്രനും ഉജ്ജ്വലമായ മത്സരം നടക്കുമ്പോൾ എന്റെ കാണികളെ ഇവിടെ നിന്ന് രജീഷ് ഉപ്പാല പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ സുരക്ഷിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തൂക്കുപാലത്തിലേക്ക് ഒന്ന് നോക്കുക, എത്രമാത്രം ജനങ്ങളാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ജനങ്ങൾ ആ തൂക്കുപാലത്തിലേക്ക് പ്രവേശിക്കരുത്. കാരണം അത് നമുക്ക് മറ്റൊരു അപകടത്തിന് സജി രണ്ടാമത്തെ മത്സരം അല്ലെ സെമി ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിൽ സൂപ്പർ ജെറ്റും ആരോഹ റോബേഴ്സ് കടനാടിന്റെ മിഖായലും തമ്മിലുള്ള ഉജ്ജ്വലമായ മത്സരമാണ്.
ഒപ്പത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്പം മുമ്പിലാണ്. പക്ഷേ സൂപ്പർ ജെറ്റും മിഖായേലും ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൂടെ ആരോഹ റോവേഴ്സ് കടവനാടിന്റെ മിഖായേൽ അങ്ങനെ കടന്നു വരുന്ന ആവേശകരമായ കാഴ്ച. അതാ സൂപ്പർ ജെറ്റ് ഒരു ജെറ്റ് പോലെ തന്നെ പുറകെയുണ്ട്. ഞങ്ങളും ഈ മത്സരത്തിലെ താരങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് രണ്ട് വഞ്ചികളും അങ്ങനെ ഒപ്പത്തിനൊപ്പം തന്നെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ രണ്ടാം സെമി ഫൈനൽ മത്സരവും ഇവിടെ മൈനർ വിഭാഗത്തിന്റെ രണ്ടാം സെമി ഫൈനൽ മത്സരവും അങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത പാദ മത്സരത്തിന് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങ് മൂന്നാം സെമി ഫൈനൽ മത്സരം അതിന്റെ ഒരുക്കങ്ങൾ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മളെ ഒരു മടുപ്പുണ്ടാകാത്ത രീതിയിൽ തന്നെ രണ്ട് സെമി ഫൈനൽ മത്സരങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഇനി മൂന്നാം പാദ മത്സരം പടക്കൊമ്പനും കായൽ കുതിരയും തമ്മിൽ അങ്ങ് സ്റ്റാർട്ടിംഗ് കൂടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ന്യൂഹ ഗോൾഡ് കരിങ്കിലത്താണി, അതുപോലെ തന്നെ എയർ ഗൈഡ് പൊന്നാനി, സഫിയ ട്രാവൽസ് CV ജംഗ്ഷൻ പൊന്നാനി, ദയ കൺസ്ട്രക്ഷൻസ് കടവനാട്, അതുപോലെ തന്നെ ഹവാസ് മെമ്മോറിയൽ ട്രോഫി നമുക്ക് വേണ്ടി നൽകിയ ആ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ലക്ഷ്മൺ മാസ്റ്ററുടെ മെമ്മോറിയലിലൂടെ ട്രോഫി നൽകിയ ആ മക്കള്, അവരെയൊക്കെ തന്നെ ഏറെ ആദരപൂർവ്വം ഞങ്ങളിവിടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയാൻ വിട്ടുപോയി ട്രോമ കെയർ അവർ 50 പേരോളമാണ്. എല്ലാ സുരക്ഷിതത്വത്തിനും ഏറെ സ്നേഹത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ കെയറിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അതിൻ്റെ സഹായികൾക്കൊക്കെ തന്നെ ഏറെ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാനി സർവീസ് ബാങ്ക്, അവരെയൊക്കെ ഏറെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. അതോടൊപ്പം നമ്മളുടെ ഇനി നടക്കാനുള്ളത് നമ്മളുടെ കാണികളൊക്കെ തന്നെ ആവേശം കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. കുറെ ആളുകൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ ആഘോഷത്തിന്റെ അല്ലേ ആ താളച്ചുവടുകൾ, നൃത്തച്ചുവടുകൾ ഒക്കെ ആ വെള്ളത്തിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഏതൊരു സമയവും അല്ലെ, ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന സമയമൊക്കെ നമ്മൾ സന്തോഷിച്ച് തന്നെ തീർക്കണം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവിതം സ്നേഹത്തിന്റെ, ആഘോഷത്തിന്റെ, ആനന്ദത്തിന്റെ, കാരുണ്യത്തിന്റെ ഒക്കെ ഒരു നന്മ പൂക്കുന്ന വലിയ വൻമരമാക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചതാണ് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന വലിയ ഒരു വഴിയാണ്, അല്ലെങ്കിൽ വലിയ ഒരു വിനോദമാണ് ഇന്ന് ഈ BM കായലിൽ തുടർച്ചയായി ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ കബീർ പറഞ്ഞത് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ബാപ്പയൊക്കെ ഇവിടെ പഴക്കൊല കെട്ടിയിട്ടിട്ട് ആ പഴക്കൊലയായിരുന്നു സമ്മാനം എന്നാണ് പറയുന്നത്. ആ പഴക്കൊല ആദ്യം പിടിക്കുന്ന വഞ്ചിയാണ് ഒന്നാം സ്ഥാനക്കാരൻ. ബലവും ഒക്കെയുള്ള പടക്കൊമ്പൻ അവരെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒരല്പം പിന്നിലാണ് എങ്കിൽ തന്നെ കായൽ കുതിരയുടെ ശക്തി ആ ഒരു കുതിര കണക്ക് അവരങ്ങനെ കായലിൽ തുള്ളി ചാടി പറന്നങ്ങനെ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കമന്ററി ബോക്സിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെ ആ വാരിപ്പുണരാൻ മിനിറ്റുകൾ, സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ പടക്കൊമ്പൻ PVCയുടെ പടക്കൊമ്പൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ കടന്നു വരുമ്പോൾ അങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തിൽ മത്സരത്തിന്റെ ആ മികവും അതിന്റെ വാശിയും ഒട്ടും ചോരാതെ തന്നെ ആ പടക്കൊമ്പനും അങ്ങനെ കടന്ന് വരികയാണ്. എത്ര രസകരമായിട്ട് അവരങ്ങനെ വാസ്കിന്റെ നമ്മളുടെ കായൽ കുതിര അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പടക്കൊമ്പൻ അങ്ങനെ പെയ്യാരം പാടി അങ്ങനെ പതുക്കെ തന്നെ അവരുടെ ആ വാശി. നമുക്കറിയാം പരാജയം ഒന്നിന്റെയും അവസാനമല്ല, പരാജയം ഒരു തുടക്കമാണ്. പരാജയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ വിജയത്തിൽ പഠിക്കാനൊന്നും തന്നെയില്ല. കാരണം പരാജയത്തിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് നമ്മൾക്ക് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് ഒരു നല്ല വിജയം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പടക്കം
പ്രിയപ്പെട്ട സുഹൃത്ത്, ആ സുഹൃത്തിന്റെ റിനിൽ റോഷന്റെ ആ കൂട്ടുകാരാണ്. നിങ്ങളുടെ സന്തോഷമൊക്കെ കൊള്ളാം, പക്ഷേ അത് നമ്മുടെ ട്രാക്കിൽ നിന്ന് മക്കളെ ട്രാക്കിൽ ആണെങ്കിൽ ലീഡിംഗ് ക്യാപ്റ്റൻ അഷറഫാണ്. അങ്ങനെ പറക്കും കുതിര രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ ജോണി വാക്കറും കടന്നു വരുന്നു. ക്യാപ്റ്റൻ സനീഷ് നയിച്ചുകൊണ്ട് അണിയം ശരത്താണെങ്കിൽ അമരം സനീഷ് ആണെങ്കിൽ അതിന്റെ രണ്ടാം അമരം വിധത്തിൽ ആവേശം ജ്വലിപ്പിക്കുന്ന കാഴ്ചകൾ ജലോത്സവ പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ പറക്കും കുതിര കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ ജോണി വാക്കറും കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പമുള്ള ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി ഉണർത്തുന്ന ഒരു സെമി ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് ഫിനിഷ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. പറക്കും കുതിരയും ജോണി വാക്കറും ഒപ്പത്തിനൊപ്പം അങ്ങ് ഫിനിഷ് ചെയ്തു പോവുകയാണ്. അവർക്ക് കപ്പുറപ്പായി സെമിഫൈനലെത്തി. അവർക്ക് ചെറിയ മാനമാടിയൻ തോണി അങ്ങേക്കരെ പോയി വാ, ഒന്നുകോരി പത്തുകോരി മുത്തുകോരി മുത്തുകോരി ഹൊയ് 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 ഹൊയ്. അങ്ങനെ അമാനമാടി ഇങ്ങനെ കളിവള്ളങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ കാണികൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഒരു പൊട്ടുപോലെ ഈ വെള്ളത്തിൽ തലയുയർത്തി ഈ കാണികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ കളിവഞ്ചികൾ ഇങ്ങനെ അമാന